റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചതിനാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഹോൾ ടിക്കറ്റ് കത്തിച്ചായിരുന്നു 18-ാം ദിവസം സമരം അവസാനിപ്പിച്ചത്. തീ കൊളുത്തി മരിച്ചാലും തൂങ്ങി മരിച്ചാലും പാർട്ടിക്ക് പ്രശ്നമില്ലെന്ന് CPIM നേതാവ് പറഞ്ഞെന്ന് സമരം അവസാനിപ്പിച്ച് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റും ഞങ്ങളുടെ ഹോൾ ടിക്കറ്റും ഫിസിക്കലിൻ്റെ ഹോൾ ടിക്കറ്റും എല്ലാം കൂടി ഇന്ന് ശരിക്കും എരിഞ്ഞു തീരുകയാണ്. ആ ഒരു തീമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അത്രയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൊണ്ട് കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 20 നിലവിൽ വന്ന ലിസ്റ്റാണ്. 2025 ഏപ്രിൽ 19 രാത്രി 12 മണിക്ക് അവസാനിക്കുമ്പോൾ ആ WCPO എന്ന ഞങ്ങളുടെ സ്വപ്നം ഇവിടെ എരിഞ്ഞു തീരുകയാണ്. ഇന്ന് സമരം അവസാനിപ്പിച്ച് മടങ്ങിയാണ്. സമരം നമുക്കിനി തുടരാൻ കഴിയില്ല. കാരണം ഇന്നത്തോടെ ഞങ്ങളുടെ WCPO റാങ്ക് ലിസ്റ്റ് എന്ന ലേബൽ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് മടങ്ങാന്നല്ലാതെ വേറെ വഴിയില്ല. അജീഷ് ശേഖുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, കഴിഞ്ഞ 18 ദിവസമായി തുടരുന്ന സമരമാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള സമര രീതികൾ അവർ മുന്നോട്ട് വെക്കുന്നത് കണ്ടു. സർക്കാർ അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അവസാന നിമിഷം വരെയും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനം നടക്കുന്നതുവരെ അനുകൂലമായൊരു സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു അവർ സമരം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയൊക്കെ വറ്റിയിരിക്കുന്നു. സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങാനുള്ള നീക്കമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്താണ് അവർ പറയുന്നത്? ഇന്നത്തെ പ്രതിഷേധം, അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അജീഷ്? രജിത്ത്, ഓരോ ഉദ്യോഗാർത്ഥിയും അവരുടെ ഒരു സർക്കാർ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ അവരുടെ ഒരു സ്വപ്നമുണ്ട്. കാരണം തങ്ങൾക്ക് നാട്ടിലൊക്കെ പറഞ്ഞു കിടക്കുക എൻ്റെ പേര് ലിസ്റ്റിലുണ്ട്. കാരണം അവർക്ക് അത്രയധികം അഭിമാനവും അത് പ്രതീക്ഷയുമാണ്. കാരണം ഒരു സർക്കാർ ജോലി പല ആളുകളുടെയും സ്വപ്നമാണ്. അങ്ങനെയാണ് ഈ ലിസ്റ്റിലുള്ള 967 പേരും 2022 ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പക്ഷേ അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നിയമന ഉത്തരവ് കിട്ടിയത്. അതിലാണ് അവർക്ക് സങ്കടം. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി അവർ കയറി ഇറങ്ങി കാണാത്ത നേതാക്കളില്ല, സംസാരിക്കാത്ത മന്ത്രിമാരില്ല. എല്ലാവരോടും സംസാരിച്ചു. പക്ഷേ അവരൊക്കെ ഈ അവസാന സമയത്ത് ഒരുപാട് വേക്കൻസി വരും, അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ കൊടുത്തായിരുന്നു അവർ നിർത്തിയിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ 18 ദിവസം ഈ സമരം ചെയ്തിട്ട് പോലും അവർക്ക് അനുകൂലമായ ഒരു സമീപനം എടുക്കാൻ സർക്കാരിനായില്ല. അങ്ങനെയാണ് ഈ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും അവർ കണ്ണീരോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്കിപ്പോഴോടൊപ്പം ഈ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളുണ്ട്. ഇനി ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയൊന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോയിട്ട് ഞങ്ങളെ പാരൻസിനൊന്ന് കെട്ടിപ്പിടിച്ച് കരയാം. വേറെ ഒന്നുമില്ല. എന്നാലേ നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. കാരണം ഈ 18 ദിവസം ഇവിടെ തെരുവിലാണ് കിടന്നിട്ടില്ലേ. കുറച്ചൊരു സമാധാനം, ഞങ്ങളെ സങ്കടങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ വീട്ടിൽ പോകും, അച്ഛനും അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാം. ഇവിടുന്ന് കണ്ണുനീര് പൊഴിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സൊക്കെ കല്ലായിട്ടിരിക്കുകയാണ്. അവരുടെ ഒരു വികാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം 18 ദിവസം മഴയും വെയിലും ഒക്കെ കൊണ്ട് രാത്രിയും പകലും ഒക്കെ ഇവിടെ കിടന്ന് സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചതൊക്കെയാണ്. നിങ്ങളുടെ ഓരോ സമരം കാണുമ്പോഴും ഈ ആളുകളൊക്കെ മെസ്സേജ് ചെയ്തിരുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ സമരം ചെയ്ത്, നിങ്ങൾക്ക് മറ്റു ജോലിക്കൊക്കെ പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കാരണം ഒരു 3 വർഷമായി നിങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ലിസ്റ്റ്. അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ ചോദിക്കുന്നവർക്ക് പലതും ചോദിക്കാം. നിങ്ങൾക്ക് ഇനി എന്താ വേറെ പരീക്ഷ എഴുതിക്കൂടെ? അങ്ങനെ പലതും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ജീവിതം അവസാനിക്കുമോ? അങ്ങനെയൊന്നും അല്ല. ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം, അപ്പോൾ അറിയത്തുള്ളൂ. ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം, ഗവൺമെൻറ് ജോലിയില്ല ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഓരോ അച്ഛനമ്മമാർക്കും ഉണ്ടാവില്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛനമ്മമാർക്ക് ഞങ്ങൾ ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം എന്നുള്ളത് ആഗ്രഹമാണ്. ഞങ്ങൾ അതിനു വേണ്ടി പഠിച്ച തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തോളൂ. പക്ഷെ അവസാനം വരെയും പ്രതീക്ഷ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കണ്ണീരെങ്കിലും അല്ല ഞങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സമരം എന്താണെന്ന് പോലും അറിയാത്ത ഞങ്ങൾ ഈ തെരുവിൽ വന്നത്. ഞങ്ങൾ ഈ തെരുവിൽ വന്ന് ഓരോ സഹനമുറകളും കാണിക്കുമ്പോഴും ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പല നല്ലവരായ മനുഷ്യരുടെയും ഹൃദയവും കണ്ണും നിറഞ്ഞതല്ലാതെ ഈ ഭരണപക്ഷത്തു നിന്ന് ഒരു പ്രതിനിധി പോലും ഞങ്ങൾക്കൊരു ആശ്വാസവാക്കുകൊണ്ട് വന്നില്ല. ഇന്നിവിടെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് നെഞ്ചുനീറി പോകാൻ വയ്യ. 1 വർഷമായിട്ട്, അല്ലെ നമ്മൾ 3 വർഷത്തെ കാത്തിരിപ്പാണ്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷമായിട്ട് ഞങ്ങളുടെ ജീവനും ജീവിതവും ആകാനായിരുന്ന ആ റാങ്ക് ലിസ്റ്റാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് എരിച്ചു തീരുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നമ്മൾ സംസ്കരിക്കുന്ന അതേ ഫീല് തന്നെ ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് 1 വർഷമായിട്ട് ഞങ്ങളുടെ പല സ്വപ്നങ്ങളും പൂവണിയെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇവിടെ അസ്തമിച്ചു പോയത്. ഇനി ഞങ്ങൾക്ക് വീട്ടിലെത്തിയ അച്ഛനും അമ്മയും പറഞ്ഞത്, ശരിക്കും ഇവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും മറ്റാരുടെയും അച്ഛനും അമ്മയുടെയും കണ്ണ് നിറയുന്നത് പോലെ ആരുടെയും കണ്ണ് നിറയില്ല. അവർക്ക് മാത്രം ഞങ്ങൾ ഇവിടെ എന്ത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടുതലും അനുഭവിക്കുന്നത് അവർ മാത്രമായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി ഞങ്ങൾ.
ശ്രീജിത്ത്, ഇപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഈ കുറേ മാസങ്ങളായിട്ട് ഈ മന്ത്രിമാരെ നേതാക്കളെയൊക്കെ കണ്ടു എന്ന് പറയുന്നത്. ഇതിൽ AK സെന്ററിൽ ചെന്നൊരു പ്രധാന നേതാവിനെ ഇവർ കണ്ടു എന്ന് പറഞ്ഞു. ആ നേതാവ് പറഞ്ഞത്, നിങ്ങൾ സമരം ചെയ്തോളൂ, നിങ്ങൾ ഇനി തീ കൊളുത്തി മരിച്ചാലും തൂങ്ങി മരിച്ചാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ കുറച്ചു നേരം സമരം ചെയ്യും, അത് കഴിഞ്ഞ് നിങ്ങൾ പോകും, ആളുകളൊക്കെ അത് മറക്കും. ഇതാണ് ഇവരുടെ നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ്. ഒരു യുവജന MP കൂടിയായ ഒരു നേതാവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് RPF-ന് ശ്രമിച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ് WCPO സമരത്തിന് വേണ്ടി ആ റാങ്ക് ലിസ്റ്റിന് വേണ്ടി സമരം ചെയ്യുന്നത്? അത്രയ്ക്കും ലോജിക്കുള്ള ഒരു നേതാവൊക്കെ ഉള്ളൊരു നാടാണിത്. എന്തായാലും ആ നേതാവിൻ്റെയൊക്കെ പരിഹാസമൊക്കെ അതിജീവിച്ചവർ 18 ദിവസം അവരെ സമരം നടത്തി. എന്തായാലും അവരുടെ ആ പോരാട്ട വീര്യം അഭിനന്ദിച്ചേ പറ്റൂ, അത് സർക്കാരും അംഗീകരിക്കണം. ശ്രീജിത്ത്, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. എല്ലാ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടുകൂടി അവർ സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. 18 ദിവസം നീണ്ടുനിന്ന സമരം പൂർത്തിയാക്കി അവർ മടങ്ങുകയാണ്. സമരവേദിയിൽ നിന്ന് വൈകാരികമായ പ്രതികരണമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.